റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിട്ട ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ആദ്യം ക്രൈം സീൻ പോകുന്നത്. പോലീസിലെ ഉന്നതർക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലാണ് യുവതി നടത്തിയത്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ യുവതിയെ എസ്പിയും ഡിവൈഎസ്പിയും ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്നാണ് പരാതി. മലപ്പുറം മുൻ എസ്പി സുജിത് ദാസ്, തിരൂർ മുൻ ഡിവൈഎസ്പി വി ബെന്നി, പൊന്നാനി മുൻ സിഐ വിനോദ് എന്നിവർക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട്. ശരീരം പോയി, എല്ലാം പോയി, എൻ്റെ മാനയും പോയി. എൻ്റെ ഉള്ള ഡ്രസ്സൊക്കെ അയച്ച് ഓനെന്നെ അയച്ച്, ഞാൻ സമ്മതിക്കാതെ അയച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടലിടലിടല അവൻ ശേഖരിച്ചു കൊടുക്കുന്നതാണ്. ഞാനവിടെ കരഞ്ഞ് കാല് പിടിച്ചവൻ്റെ. മനുഷ്യ മനസാക്ഷിയെ ഉലയ്ക്കുന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പു നൽകേണ്ട ഭരണ സംവിധാനം ഒരു സാധാരണ സ്ത്രീയുടെ ജീവനും മാനത്തിനും വില പറഞ്ഞത് പുറത്തറിഞ്ഞ ദിവസം. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ്, തിരൂർ മുൻ DYSP വി ബെന്നി, പൊന്നാനി CI വിനോദ് എന്നിവർ പലപ്പോഴായി പരാതിക്കാരിയെ പീഡിപ്പിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ. അന്ന് രാത്രിയിൽ മൂപ്പരിൻ്റെ അടുത്ത് വന്ന് 10 മണിക്ക് രാത്രി CI വിനോദ് പൊന്നാനി CI പിന്നെ അങ്ങനെ തള്ളിയിട്ട് അപ്പം പിന്നെ അവർ ബലം പ്രയോഗിച്ചിട്ടിൻ്റെ ഒക്കെ ചെയ്ത് എൻ്റെ ശരീരം പോയി. അവിടെ നിന്ന് ഞാൻ എൻ്റെ ശരീരം പോയി, എല്ലാം പോയി, എൻ്റെ മാനയും പോയി. 2022 പീഡനം നടന്നത്. വസ്തുസംബന്ധമായ പ്രശ്നം പരിഹരിക്കാനെത്തിയ യുവതി പരാതി നൽകിയത് CI വിനോദിനാണ്. എന്നാൽ പരാതി അന്വേഷിക്കാൻ എന്ന പേരിൽ വീട്ടിലെത്തിയ CI ബലാത്സംഗം ചെയ്തു. തുടർന്ന് പരാതി DYSP ബെന്നിക്കും SP സുജിത് ദാസിനും കൈമാറി. ഇരുവരും ലൈംഗിക ചൂഷണം ചെയ്തതായും യുവതി പറയുന്നു. ബെന്നിൻ്റെ അടുത്ത് പോയപ്പോൾ ബെന്നിനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയും, വീടിൻ്റെ കാര്യങ്ങളും വിനോദ് ചെയ്തതും ഒക്കെ പറഞ്ഞ്. അപ്പോൾ ചിരിച്ചിട്ട് തന്നെ അത് തേന് പോണ സാധനം ഒന്നല്ലല്ലോ, അത് അവിടെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. റൂമിലേക്ക് ആക്കിയിട്ട് ഞങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു സങ്കടം വന്നു. ഞാൻ പിന്നെ ഭയങ്കര കുറ്റബോധമുണ്ട് സാറേന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട, കുറ്റബോധം തോന്നിക്കണ്ട, എൻ്റെ എല്ലാത്തിനും എൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ബലാത്സംഗ വിവരം പുറത്തു പറയരുതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥന് കൂടി വഴങ്ങിയിട്ടില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്ന് പറഞ്ഞതായും സ്ത്രീ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇജ് പുറലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിണറായി എനിക്കറിയാലോ എൻ്റെ അങ്കളാന്ന്. ഞാൻ അങ്കളാന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ്. പുറലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ ജീവനോട് എനിക്ക് കുട്ടികളെ കിട്ടൂല. സമൂഹത്തിലെ ഉന്നതരായതിനാലാണ് കാര്യങ്ങൾ തുറന്നു പറയാൻ മടിച്ചതെന്ന് പരാതിക്കാരി പറയുന്നത് മുഖവിലക്കെടുക്കണം. മുഖ്യമന്ത്രിയെ അങ്കിളെന്ന് വിളിക്കാൻ മാത്രം സ്വാധീനമുള്ള ആൾക്കെതിരെ പരാതി നൽകിയാൽ എന്താകും സ്ഥിതിയെന്ന ആശങ്ക അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ഭരണ സംവിധാനമാണ്. ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന ആപ്തവാക്യത്തിൽ ഊന്നി നിൽക്കുന്ന നിയമ വ്യവസ്ഥിതിയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.